പലപ്പോഴും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറില്ലേ? രാവിലത്തെ ജോലി തിരക്കിലും ആഹാരം കഴിക്കാൻ സമയം കിട്ടാതെയും ഓഫീസിൽ പോകുന്ന തിരക്കിലും ഒന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് വിശപ്പ് കൂടാറില്ലേ? അപ്പോൾ നമുക്ക് കൂടുതൽ കലോറിയുള്ള ഭക്ഷണം കഴിക്കാനും സാധ്യത കൂടുതലാണ്. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് പ്ലാൻ ആകെ തകിടം മറിക്കാറില്ലേ? ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്ന സ്മൂത്തി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ദീർഘനേരം വിശപ്പ് തോന്നുകയില്ല. ശരീരത്തിന് നല്ല എനർജറ്റിക് ആയിരിക്കാനും കഴിയുന്നു. ഒന്ന് തന്നെ കുടിച്ച് ബോറടിക്കാതിരിക്കാൻ 2 വ്യത്യസ്ത രുചികളിലാണ് ഇത് തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് ഒന്ന് അവക്കാഡോ വെച്ചിട്ടാണ് കേട്ടോ. അവക്കാഡോയിൽ ഗുഡ് ഫാറ്റും കൊഴുപ്പും ഫൈബറും വളരെയധികം അടങ്ങിയിരിക്കുന്നു. ഇത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഒരു പീസ് ഫുള്ളായിട്ട് നമ്മൾ സ്കൂപ്പ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റോബസ്റ്റ് പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട നട്ട്സൊക്കെ ഞാൻ ഒരു 3 മണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതിലെടുത്തിരിക്കുന്നത് ഇത് 2 സ്മൂത്തിക്ക് വേണ്ടത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു 5-6 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാമും അതുപോലെ തന്നെ ഒരു 5-6 എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി മത്തങ്ങ കുരു എടുത്തിട്ടുണ്ട്, ഒരു കൈപ്പിടി വാട്ടർമെലൺ സീഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പകുതീശ അളവ് വെച്ചിട്ട് ഞാൻ ഇതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് മക്കാനയാണ് വേണ്ടത്. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് മക്കാനയുടെ പകുതി ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മക്കാനയ്ക്കൊന്നും അധികം വിലയില്ല കേട്ടോ, ഒരു 100 രൂപ താഴെയുള്ളൂ. എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ, ഇത് നല്ല ടേസ്റ്റാണ്. ഇതിലേക്കും നമ്മളൊരു റോബസ്റ്റ് പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് മക്കാന വറുത്ത് പൊടിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് പീനട്ട് ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പീനട്ട് ബട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മക്കാന വറുത്ത് പൊടിക്കുന്നതിൻ്റെ കൂടെ ഈ നിലക്കടലയും കൂടി ഇട്ട് നന്നായി വറുത്തെടുത്താൽ അതിൻ്റെ കൂടെ അതും പൊടിച്ച് ഇതിൻ്റെ കൂടെ ചേർത്താൽ മതി. അതില്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബാക്കിയുള്ള നട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനായിട്ട് ഈത്തപ്പഴം മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും പാല് പറ്റില്ലല്ലോ, അവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് വെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെ ടേസ്റ്റിലൊരു വ്യത്യാസമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ തന്നെ നോക്ക്, ഇതിലേതെങ്കിലും ഒക്കെ സാധനങ്ങൾ വീട്ടിലിരിപ്പുണ്ടാവും. ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് പംകിൻ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഫ്ലാക്സ് സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ. തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഒരു പൊടിയും കൂടി കൂടും. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കഴിക്കാം. ഇതിലേത് സ്മൂത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പറയണേ. വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിന് സുഹൃത്തിനും കൂടി അയച്ചു കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ലല്ലോ. എൻ്റെ ചാനലിൽ ഒരുപാട് വെയിറ്റ് ലോസ് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെയിറ്റ് ലോസ് നോക്കുന്നവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ ഫാമിലിയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടത്തിൽ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. എന്നാൽ ശരി കേട്ടോ.